എടാ അവിടെ പോ. ഏ ഏ കല്യാണത്തിന് എന്നടാ നമുക്ക് ഉപയോഗിക്കണം. ഇല്ല ഇല്ല നീ ഇല്ലേ. എടാ നമ്മളെ വിളിച്ച കല്യാണാടാ. വാടാ. ഏ, പോടാ. ഇവനോട് ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. മറ്റേ ഷാന് പറഞ്ഞ സൈക്കോളജി ട്രിക്ക് എടുക്കാം. അല്ലെങ്കിൽ നീ വരണ്ടടാ. നീ ലോ ക്ലാസ് അല്ലേ, നീ ഇവിടെ തന്നെ അറിയില്ല. ഞാൻ പോട്ടെ. ഓക്കെ. ഓനാരാനോട് കല്യാണത്തിന് പോകണ്ട പറയാൻ ഞാൻ പോയിട്ടെന്ന കാര്യം. പിന്നെ എടാ പോരാ. കല്യാണത്തിന് വേഗം പോരാ. ഫുഡെല്ലാം നീ പോലെ. നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? അതായത് എന്ത് കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആ കാര്യത്തിന്റെ ഓപ്പോസിറ്റ് മാത്രം ചെയ്യാം. ഇതാണ് റിവേഴ്സ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇത് നമുക്ക് മെയിൻലി എടുത്ത എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന കുട്ടികളെയാണ്. കുട്ടികളോട് നമ്മൾ പറയാണ് ഇന്ന കാര്യം നീ ചെയ്യരുത്, എന്നാ കുട്ടി അതന്നെ ചെയ്യും അല്ലെ. സോ അതിനെയാണ് റിവേഴ്സ് സൈക്കോളജി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഹ്യൂമൻ നേച്ചറിലുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്കൊരാൾ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് മാത്രമേ ചെയ്യുള്ളൂ. ഈ ഒരു റിവേഴ്സ് സൈക്കോളജി നമുക്ക് പല സ്ഥലത്തും യൂസ് ചെയ്യാൻ പറ്റും. അതായത് പലരിലും നമുക്ക് യൂസ് ചെയ്തിട്ട് അവരെ മെനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇങ്ങനെ റിവേഴ്സ് സൈക്കോളജിക്കുള്ള അതിന്റെ കാര്യം സംഭവിച്ചു.